ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്കായിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും കാണുമ്പോൾ ഇതെന്താ ഇപ്പോൾ സമൂസ അല്ലേന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് വെറൈറ്റി ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ചില ആളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷെ സക്സസ് ആയി. മൊസറല്ല ചീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകം എടുത്ത് പറയണം, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, കാരണം വലിയ സ്പൈസി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ പറയുകയാണ്, നവറാസ് കിച്ചൺ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള. അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരു ക്യാരറ്റാണ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ്. അതിനെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. നല്ലോണം ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് എന്താ പറയുക, ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അതാണ് ആ ഒരു ലെവലിൽ കിട്ടിയിട്ടുള്ള. അതുപോലെ തന്നെ പൊരിച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ക്രീം ചീസാണ്. ചീസ് ഇതുപോലെ ക്യൂബായിട്ട് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുണ്ടെങ്കിൽ അത് ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ ചീസിന്റെ ടേസ്റ്റ് ഇതിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ്. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ മസാല ഐറ്റംസ് ഒന്നും അടുപ്പത്ത് വെച്ച് കുക്കാക്കുന്നില്ല. കാരണം അതിനുള്ള അങ്ങനത്തെ ഗ്രേവി ഐറ്റംസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടല്ല ഞാൻ ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി തീരുന്നതാണ്. അപ്പൊ ഞാൻ 2 ക്യൂബാണ് ഇട്ടിട്ടുള്ളത് ചീസിന്റെ. അപ്പൊ നിങ്ങൾ സാധാ ചീസാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ ചേർക്കാൻ നോക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് എന്ന് വെച്ചാൽ തൂമ്. നമ്മൾ കോഴിമുട്ടയും ഓയിലും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്ത തൂമാണ്. അത് ഇത്തിരി ഒരു ലൂസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ. ടൈറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ചൊരു ലൂസ് ആക്കിയിട്ടുണ്ട്, കാരണം നമ്മൾ ചീസും കുറച്ച് ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മാവിന് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു കുറച്ച് ചേർത്തു. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുപോലെ തന്നെ തൂമ് തയ്യാറാക്കിയ ആ മയോണൈസ് തയ്യാറാക്കിയ അതിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് വേണം ഉപ്പിടാൻ. ബാലൻസ് എന്താ പറയാ, ഒന്ന് ലെവൽ ചെയ്യാനുള്ള ഉപ്പ്. ഓക്കെ, ഞാനിനി സമൂസയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കാം. അതല്ലെങ്കിൽ ബ്രെഡിൽ ഫില്ലാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് സമൂസയുടെ ഷീറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലാണിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഇനിയുള്ള മെത്തേഡൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സമൂസയുടെ അതെങ്ങനെയാണോ ചുറ്റിച്ചെടുക്കുന്നത്, ആ രൂപത്തിൽ സമൂസ തയ്യാറാക്കുന്ന പോലെ തന്നെ അതിനെ വളച്ചു തിരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഫില്ലിങ് ചേർത്തു. ഇപ്പം ഞാൻ കാണിച്ചത് മൊസറല്ല ചീസാണ്. അത് ഞാനൊരു ഏകദേശം ഒരു ടീസ്പൂണ് തികച്ച് വേണ്ട, ഒരു കുറച്ചൊന്ന് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഫില്ലിങ്ങിൽ ചേർക്കണ്ട, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഷീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് സമൂസയുടെ ഷേപ്പിൽ. അപ്പം ഞാൻ ഈ ഒട്ടിച്ചെടുക്കുന്നത് മൈദ കൊണ്ടല്ല, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തൂമുണ്ടായിരുന്നു, ആ തൂമ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് സമൂസ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ അവിടെ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമൂസക്ക് പേരിട്ടിട്ടുള്ളത് ക്രീമി സമൂസ എന്നാണ്. കാരണം അത് നല്ലൊരു ക്രീമി ഫ്ലേവറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷവർമൊക്കെ കഴിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കൂടെ മൊസറല്ല ചീസിൻ്റെയും സാധാ ചേർത്ത ക്രീം ചീസിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത്. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ നമുക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാം, കാരണം ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമി സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.